മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികമാണെന്ന് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എത്തി. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രാഹുലിന് ഒപ്പമുണ്ട്. മകൻ ചാണ്ടി ഉമ്മൻ MLA-യും ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിക്കുകയാണ്. രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. പുതുപ്പള്ളിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളും കല്ലറയിൽ എത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് 2 ആണ്ട് തികയുകയാണ് ഇന്ന്. ഉമ്മൻചാണ്ടി എന്ന കേരളം കണ്ട തലയെടുപ്പുള്ള നേതാവിന്റെ വിയോഗം 2 വർഷം പിന്നിടുന്നു. ഷിനോജ് എസ് ടി വിവരങ്ങളുമായുണ്ട്. ഷിനോജ്, ഉമ്മൻചാണ്ടി എന്ന ഓർമ്മ അതൊരു നോവുന്ന വിങ്ങലായി, അതേസമയം തന്നെ ആവേശമായി കേരളമാകെ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവസാന കാലത്തെ ദൈന്യം മുഖവും അതിനിടയിലും നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഉൾപ്പെടെ ഇടപെടുന്ന ഇടറുന്ന ശബ്ദവുമൊക്കെ വീണ്ടും വീണ്ടും ഈ 2 ആണ്ട് തികയുമ്പോഴും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ഓർമ്മ ദിനം പുതുപ്പള്ളിയിൽ എങ്ങനെയാണ്? രതീഷ്, രാവിലെ 7 മണിക്ക് തന്നെ പുതുപ്പള്ളി പള്ളിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു, അനുസ്മരണ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ആണ് ഈ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത്. അതിനുശേഷം അല്പസമയം മുൻപാണ് രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് എത്തി. തുടർന്ന് അവിടെ പുഷ്പാർച്ചന നടത്തി. അതിനുശേഷം പ്രാർത്ഥിക്കുകയുണ്ടായി. തുടർന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ, സംസ്ഥാന തല നേതാക്കൾ, ദേശീയ നേതാക്കളൊക്കെ തന്നെ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കുടുംബം, ഭാര്യ, മക്കളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആവേശകരമായ സ്വീകരണമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. ഇതിലേറ്റവും ഇനി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പോകുന്നത് ഈ പള്ളിക്കുള്ളിൽ, ഓർത്തഡോക്സ് ദേവാലയത്തിനുള്ളിൽ, പള്ളിയിൽ ഉള്ളിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷനുമായിട്ടൊരു സമയത്ത്, ഒരു ചെറിയ സമയത്തെ കൂടിക്കാഴ്ചയുണ്ട്. അതിനുശേഷമാകും ഈ അനുസ്മരണ യോഗത്തിലേക്ക് രാഹുൽ ഗാന്ധി പോവുക. എന്തായാലും ഈ അനുസ്മരണ യോഗം എന്ന് പറയുന്നത് KPCCയുടെ തന്നെ ഒരു അനുസ്മരണ തലം, സംസ്ഥാന തലത്തിലുള്ള ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയായിട്ടാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആ പരിപാടി രാഹുൽ ഗാന്ധി 10 മണി 10:15 കൂടി ഉദ്ഘാടനം ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കുറേ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയൊക്കെ ഉദ്ഘാടനം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി തന്നെ പറയുന്നുണ്ട്, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പദ്ധതി, താൻ മുഖ്യമന്ത്രിയായിരിക്കും ഇത്രയും കാലം ചെയ്ത പദ്ധതികൾ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് അത് ശ്രുതിതരംഗ പദ്ധതിയാണ്. പ്രത്യേകിച്ച് ഈ കേൾവിക്കുറവുള്ള കുട്ടികൾക്കുള്ള ശ്രുതിതരംഗ പദ്ധതി, അതിന് 2ാം ഘട്ടം എന്ന നിലയിൽ KPCC തന്നെ ശ്രുതിതരംഗം എന്ന പേരിൽ ഇത്തരത്തിലൊരു പദ്ധതി, പുതിയ പദ്ധതി, 2ാം ഘട്ട പദ്ധതി ആരംഭിക്കുകയാണ്. ഒപ്പം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പൂർത്തിയാക്കിയ 12 വീടുകളുടെ താക്കോൽദാനം ഉണ്ടാകും. അങ്ങനെ കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ, അതിൻ്റെ പദ്ധതികളുടെ ഉദ്ഘാടനം, അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ തന്നെ പുതുപ്പള്ളിയിൽ ഇപ്പോൾ ഉണ്ടാകുന്നതിലും നിലവിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഓർത്തഡോക്സ് സഭാധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ പരിപാടികൾക്കൊക്കെ ശേഷം 12:30 ഇവിടുത്തെ മടങ്ങും എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. രതീഷ്, രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിലെ ഓർത്തഡോക്സ് പള്ളിയിലെത്തി. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ്. അഭിലാഷ്, ഉമ്മൻചാണ്ടി എന്ന വലിയ രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്ത് ഉമ്മൻചാണ്ടിയുടെ മനുഷ്യപ്പറ്റായിരിക്കും അദ്ദേഹത്തിന്റെ ഈ വിയോഗത്തിന് ശേഷവും പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ ചർച്ചയായി നിൽക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു മനുഷ്യപ്പറ്റുള്ള നേതാവ്, ഒട്ടേറെ ഇടപെടലുകൾ നടത്തിയ നേതാവ് എന്ന അർത്ഥത്തിലായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാഗമൊക്കെ മാറ്റിവെച്ചുള്ള ഓർമ്മകളാണ് വരുന്നത് എന്ന് തോന്നുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും വയ്യാതിരിക്കുന്ന ഘട്ടത്തിൽ, നന്നായി സംസാരിക്കാൻ പോലും കഴിയാത്ത ഘട്ടത്തിൽ നിമിഷപ്രിയയുടെ കാര്യം എന്തായി എന്ന് ഫോണിലൂടെ ചോദിക്കുന്ന വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ടായിരുന്നു. നേരത്തെ ഷിനോജ് പറഞ്ഞ പോലെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ, ശ്രുതിതരംഗം പദ്ധതി ഒട്ടേറെ കുട്ടികൾക്ക് ആശ്വാസകരമായ, വിപ്ലവകരമായ ഒരു ഇടപെടലായിരുന്നു. അത്തരം കുട്ടികളുടെ കാര്യത്തിലൊന്നും വേണ്ട തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകാതിരുന്ന ഇടത്താണ് സർക്കാർ തന്നെ അങ്ങനെ ഒരു ഇടപെടലൊക്കെ നടത്തിയത്. അത്തരം നിരവധി കാരുണ്യം ഉൾപ്പെടെയുള്ള പദ്ധതികൾ അദ്ദേഹത്തിന്റെ കാര്യത്തുണ്ടായിരുന്നു. അങ്ങനെ ജീവകാരുണ്യവുമായി ചേർത്ത് വായിക്കപ്പെടുകയാണ് ഉമ്മൻചാണ്ടിയുടെ പേര് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് 2 ആണ്ട് തികയുമ്പോൾ. പക്ഷേ വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ട്. അത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ രാവിലെ പുതുപ്പള്ളിയിലെ കല്ലറയിലേക്ക് എത്തിയിട്ടുണ്ട്. പുതുപ്പള്ളി വലിയ പള്ളിയുടെ അങ്കണത്തിൽ രാഹുൽ ഗാന്ധിയും എത്തി. രാഹുൽ ഗാന്ധി ചാണ്ടി ഉമ്മനോടൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ അദ്ദേഹം പള്ളിക്കകത്ത് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനുമായി ചർച്ച നടത്തുകയാണ് എന്നാണ് ഷിനോജ് നേരത്തെ പറഞ്ഞത്. കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതൃനിര ആകെ ഇന്ന് പുതുപ്പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. KPCCയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം നടക്കുന്നത്. ആ അനുസ്മരണ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ വീടുകളുടെ താക്കോൽദാനം അടക്കം നടക്കുകയും ചെയ്യും. രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ എത്തിയിട്ടുള്ളത്. അനുസ്മരണ സമ്മേളനം അല്പസമയത്തിനകം നടക്കും. പുതുപ്പള്ളിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ. അഭിലാഷ്, ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും വിജയിക്കും. അത് എത്ര ഭൂരിപക്ഷം എന്തായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം.
എങ്കിലും നല്ല ഫൈറ്റ് നൽകുന്നു എന്നുള്ള ഫീല് പ്രചാരണ രംഗത്ത് LDF എന്ന് നൽകിയതാണ്. പിന്നീട് ഇനി ചാണ്ടി ഉമ്മന്റെ രാഷ്ട്രീയ ഭാവി എന്താണ്? ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വ്യൂഹത്തിന് ശേഷം നടന്ന ബൈ ഇലക്ഷൻ എന്ന നിലയിൽ വലിയ മാർജിൻ ജയിച്ചു. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറയില്ലേ? CPM-ന് ഒരു ഘട്ടത്തിൽ ചാണ്ടി ഉമ്മനെ മറികടക്കാൻ കഴിയില്ലേ എന്നതൊക്കെയായിരുന്നു അന്നത്തെ ചർച്ചകളെങ്കിൽ ഈ സമീപകാലത്ത് ചാണ്ടി ഉമ്മന്റെ പേര് കൂടെ ശ്രദ്ധിക്കപ്പെടുകയാണ്. ചാണ്ടി ഉമ്മൻ എമർജ് ചെയ്യാണ്. നമുക്കറിയാം കഴിഞ്ഞ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന അപകടമാവട്ടെ, നിമിഷപ്രിയയുടെ വിഷയമാകട്ടെ, വളരെ കാര്യമായ ഇടപെടൽ, അതിനു മുമ്പ് നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ചാണ്ടി ഉമ്മന്റെ പ്രവർത്തനമാവട്ടെ, ആ നിലയ്ക്ക് ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ നിഴലിൽ നിന്ന് മാറുകയും സ്വന്തം നിലയ്ക്ക് എമർജ് ചെയ്യുകയും ചെയ്ത ഒരു 3-4 മാസമാണ് കടന്നു പോകുന്നത്. അത് കേരള രാഷ്ട്രീയത്തിൽ പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടിയാണ്. കോൺഗ്രസിന്റെ പുതിയ യുവമുഖമായി കൂടി ചാണ്ടി ഉമ്മൻ എമർജ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിനും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ശക്തിക്ഷയത്തിന് ശേഷം ഏതാണ്ട് നിർജ്ജീവമായി പോയ എ ഗ്രൂപ്പ് ചാണ്ടി ഉമ്മനെ മുൻനിർത്തി പുനഃസംഘടിപ്പിക്കുന്നതായിട്ടുള്ള ചില വർത്തമാനങ്ങൾ രാഷ്ട്രീയ ഉപശാലകളിൽ ഉണ്ട്. താനും കഴിഞ്ഞ 3 മാസം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട എമർജ് ചെയ്ത നേതാവ് ചാണ്ടി ഉമ്മനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ റീലുകൾ, പോസ്റ്റുകൾ അവയൊക്കെ വളരെ പ്രധാനമാണ് യുവനിരയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്. പക്ഷേ നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ എ ഗ്രൂപ്പിന്റെ സ്വന്തമായിരുന്നു ആര്യാടൻ മന്ത്രിയായ കാലമെല്ലാം AK ആന്റണിയുടെ സർക്കാരിൽ, ഉമ്മൻചാണ്ടി സർക്കാരിൽ, പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിൽ ആന്റണിയിൽ, അങ്ങനെ എ ഗ്രൂപ്പിന്റെ ഏറ്റവും തലമുതിർന്ന വക്താവായിരുന്നു ആര്യാടൻ മുഹമ്മദ്. എ ഗ്രൂപ്പിന്റെ സീറ്റിലെ മത്സരം എന്ന നിലയിൽ PC വിശ്വനാഥ് ഉൾപ്പെടെ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എ ഗ്രൂപ്പ് ഇപ്പോൾ വലിയ പ്രസക്തിയിൽ നിൽക്കുന്നില്ല കോൺഗ്രസിൽ എങ്കിലും. അതേസമയം തന്നെയാണ് സമാന്തരമായി ചാണ്ടി ഉമ്മനും അവിടെ 3000-ഓളം വീടുകൾ കയറി ഇറങ്ങി. ആ വാർത്തയൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് വീണ്ടും ജീവൻ വയ്ക്കുന്നു എന്ന തോന്നലൊക്കെ ഉണ്ടാക്കുന്ന തരത്തിൽ ചില മൂവ്മെന്റ്സ് ഒക്കെ നടക്കുന്നത് കോൺഗ്രസിൽ എന്നതാണ് രാഷ്ട്രീയ ഉപശാലകളിലെ വാർത്തകൾ. അതേസമയം കോൺഗ്രസിന് ഈ ഗ്രൂപ്പ് അനുവദിക്കില്ല എന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് പോകുന്നു. എന്തായാലും പുതിയ നേതൃത്വത്തിന്റെ ഭാഗമായി ചാണ്ടി ഉമ്മനും എമർജ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന പുതുപ്പള്ളി പള്ളിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. KPC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ACC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ തുളുമ്പുന്ന പുതുപ്പള്ളിയിലെ ഓർത്തഡോക്സ് പള്ളിയിൽ അദ്ദേഹത്തിന്റെ കല്ലറയിൽ എത്തി പുഷ്പാഞ്ജലി അർപ്പിക്കുകയാണ്. അല്പസമയത്തിനകം അനുസ്മരണ സമ്മേളനം തുടങ്ങും. ഉമ്മൻചാണ്ടി എന്ന പേര് സമം ജനസാഗരം എന്നത് കേരളം കണ്ടതാണ്. അദ്ദേഹത്തിന്റെ വിയോഗ ദിനങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്ക് മൃതദേഹം എത്തിക്കുമ്പോൾ റോഡിന് ഇരുവശവും, MC റോഡിന്റെ ഇരുവശവും ഓരോ പ്രധാനപ്പെട്ട കവലകളിലുമെല്ലാം നിറഞ്ഞു തുളുമ്പിയ ആൾക്കൂട്ടത്തിന്റെ കണ്ണീർ നമ്മൾ കണ്ടതാണ്. എത്രയെത്ര മനുഷ്യരുടെ അനുഭവങ്ങളാണ്, എത്രയെത്ര മനുഷ്യരുടെ ജീവിതത്തിലാണ് ഉമ്മൻചാണ്ടി ഇടപെട്ടത് എന്നത് ഒരുപക്ഷെ കേരളത്തിന് അന്നോളം ബോധ്യം വരാത്ത തരത്തിൽ ബോധ്യപ്പെടുത്തിയ ദിവസങ്ങളായിരുന്നു, 2-3 ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് 2 ആണ്ട് തികയുമ്പോൾ ഉമ്മൻചാണ്ടിയിലെ മനുഷ്യസ്നേഹിയാണ് നമ്മളെല്ലാവരും ഓർക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തുളുമ്പുന്ന പുതുപ്പള്ളിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. രാഹുൽ ഗാന്ധി എത്തിയതിന്റെ പ്രണാമം അർപ്പിക്കുന്നതിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഷിനോജ് തുടരുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഷിനോജ്, എന്തായാലും രാഹുൽ ഗാന്ധി പുഷ്പാർച്ചന നടത്തി, ഇനി അനുസ്മരണ സമ്മേളനമുണ്ട്. അത് എത്ര മണിക്കാണ്? അഭിലാഷ്, ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഈ അനുസ്മരണ യോഗം തന്നെയാണ്. അതിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുകയാണ്. ഇപ്പോൾ അതിനുശേഷം ആണ് ഇത്തരത്തിൽ ഈ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകിയ 12 വീടുകളുടെ താക്കോൽദാനം, ഒപ്പം ഈ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒക്കെ തന്നെ ഉദ്ഘാടനം. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്മൃതി തരംഗം എന്ന പേരിൽ നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ 650-ലധികം കുട്ടികൾക്ക് കേൾവി ശക്തി നൽകുന്ന ഒരു പദ്ധതി ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പരിപാടി എന്നാണ്. അതിന് 2ാം ഘട്ടം എന്ന നിലയിൽ സ്മൃതി തരംഗം എന്ന നിലയിൽ KPCC തന്നെ അത്തരത്തിലൊരു പരിപാടിക്ക് മുൻകൈ എടുക്കുന്നു. അതിന്റെ ഉദ്ഘാടനം രാഹുൽ ഗാന്ധി നിർവഹിക്കും. എന്തായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ കല്ലറയ്ക്ക് മുൻപിലാണ്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ നിന്നും, പല നാടുകളിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ കണ്ടും കേട്ടുമൊക്കെ അറിഞ്ഞ ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നു. ഇവർ പലരും കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, പല രാഷ്ട്രീയ വിശ്വാസമുള്ള, പല മതവിശ്വാസമുള്ള പല നാടുകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നു. നേരത്തെ സംസാരിക്കുന്ന സമയത്ത് കാസർഗോഡും കോഴിക്കോടും മലബാറിൻ്റെ പല മേഖലകളിൽ നിന്നൊക്കെ തന്നെ ഉമ്മൻചാണ്ടിയെ അറിഞ്ഞു കേട്ട് വരുന്ന ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് ഈ പുതുപ്പള്ളി പള്ളിയിലേക്ക്
2023 ജൂലൈ 18 തുടങ്ങിയ ആ യാത്ര, ആ ജനങ്ങളുടെ പ്രവാഹം അത് ഈ ദിവസവും 2 ആണ്ട് കഴിയുമ്പോഴും ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനും ഇങ്ങനെ ഒരു യാത്ര ഇപ്പോൾ ഈ 2 കൊല്ലം കഴിയുമ്പോഴും ശരിയാണ്. ഒരു രാഷ്ട്രീയ നേതാവിനും കേരളം നൽകാത്ത അത്ര വൈകാരികമായ യാത്രയപ്പായിരുന്നു ഉമ്മൻചാണ്ടിക്ക് നൽകിയത്. ആ ഓർമ്മകളെല്ലാം തുളുമ്പി നിൽക്കുന്ന ഒരു ദിവസമാണ്. പുതുപ്പള്ളിയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഷിനോ ജസ്റ്റി നൽകിയത്.